ഉദ്ഘാടന പ്രസംഗം നടത്താനായി റാണിയമ്മയെ ക്ഷണിക്കുന്നു. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത്താരനായക ശേഖരാം സ്മിതമുഗ്ഗീ വാവീന വക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രത്നോത്ഫലം വിഭ്രതീം സൗമ്യാം രത്നകടസ്ഥ രക്തചരണാം ധ്യായേത് പരമംബിക. ഒരു മനുഷ്യായുസ്സിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ദിവ്യമായ മുഹൂർത്തത്തിൽ എത്തി നിൽക്കുകയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്നെ പറയാതെ പഠിപ്പിച്ച എൻ്റെ അച്ഛനമ്മമാർ, ഗുരുക്കന്മാർ, എൻ്റെ ചുറ്റിനുമുള്ള എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, എല്ലാവരെയും സ്മരിക്കാതെ എനിക്ക് ഒന്നും പറയാതിരിക്കാനാവില്ല. പറഞ്ഞാൽ അതൊരു അമ്മയുടെ അടുത്തുള്ള പ്രാർത്ഥനയെക്കാളും നീണ്ടു പോകും. നമ്മൾ ആ പ്രാർത്ഥനയിൽ ലയിച്ച് മതിമറന്ന് നിൽക്കുകയായിരുന്നു. മനസ്സിൽ നിന്നുള്ള എല്ലാ തിന്മകളും, എല്ലാ നെഗറ്റീവ് ചിന്തകളും എല്ലാം മാറി എവിടെയോ നിൽക്കുകയായിരുന്നു ഞാൻ. നിങ്ങളും അതുപോലെയൊക്കെ ആയിരിക്കും. നമ്മൾ എന്തിനാണ് ഇന്നിവിടെ വന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഭക്തി, നന്മ, അതാണ് നമ്മുടെ നിലനിൽപ്പ്, അല്ലേ? നമ്മൾ കാഴ്ച കാണാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറയണ്ടേ ഒരു വിനോദയാത്രയെ പോലെ വരുന്നതല്ല. ഈ സന്നിധികളിൽ വരുമ്പോൾ, നമ്മൾ കൂട്ടമായി വരുമ്പോൾ ആ കിട്ടുന്ന ഒരു ഊർജം അത് നമ്മളെ ഏറ്റവും നല്ല വഴിയിലൂടെ നയിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിത സ്രോതസ്സ്. അല്ലാതെ എവിടെയെങ്കിലും ഒരു നെഗറ്റിവിറ്റി, അതായത് ഇപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും നെഗറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം മനസ്സിലാവുമെന്ന് തോന്നുന്നു. നെഗറ്റിവിറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ നല്ല അതിൻ്റെ ഒരു വിവർത്തനമില്ല. പോസിറ്റിവിറ്റി ആൻഡ് നെഗറ്റിവിറ്റി. പോസിറ്റിവിറ്റിയാണ് നമ്മളെ നയിക്കേണ്ട ഇന്ധനം. ആ പോസിറ്റിവിറ്റി നയിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഊർജം ബാക്കിയുള്ള എല്ലാ നെഗറ്റിവിറ്റിയും മായ്ക്കും, കത്തിച്ച് കളയും. അതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ പറയണ്ടേ, നമ്മുടെ ഏറ്റവും വലിയ ഒരു വിളക്ക് എന്ന് പറയുന്നത്. വിളക്ക് എന്തിനാണ്? ആ ചുറ്റുമുള്ള എല്ലാ ഇരുട്ടും. ഇന്ന് തന്നെ രാവിലെ ഞാൻ പറയാം, ഞാൻ കുളിച്ച് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ കടിച്ച മാതിരി. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് നേരം പ്രാർത്ഥിച്ച് എൻ്റെ മകൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. വളരെ കാലങ്ങൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചക്കുളത്ത് കാവെന്നൊക്കെ കേട്ടു. അപ്പോൾ തിരുവനന്തപുരത്തുകാരിയായ എനിക്ക് ആറ്റുകാലമ്മയുടെ സവിധത്തിൽ അങ്ങേയറ്റം സമർപ്പിച്ച് ജീവിക്കുന്ന എനിക്ക് ചെറിയൊരു അസൂയ വന്നു. നമ്മുടെ ആറ്റുകാലമ്മയെക്കാളും വലിയൊരു അമ്മയാണ്. ഒരു സാധാരണ സ്ത്രീയായ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നി. പക്ഷേ ഞാൻ വളർന്ന് വലുതായി വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അവരെല്ലാം ഒന്നാണ്, അല്ലേ? നമ്മൾ അവിടെ ആറ്റുകാലമ്മയായിട്ട് സങ്കല്പിക്കുന്നു, ഇവിടെ ചക്കുളത്ത് കാവിലമ്മയായിട്ട് സങ്കല്പിക്കുന്നു. അതിൽ വേർതിരിവൊന്നുമില്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായ എനിക്ക് അമ്മമാരുടെ പേരിലൊരു അസൂയ തോന്നി. പക്ഷേ ഇന്നിവിടെ അമ്മ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പോയി ആറ്റുകാലമ്മയെടുത്തും അനുവാദം വാങ്ങിച്ചിട്ടാണ് വന്നത്. എന്നുവെച്ചാൽ ഈ അമ്മമാർക്കും ഉണ്ട് നമ്മുടെ അടുത്തൊരു പൊസസീവ്നെസ് എന്ന് പറയും, സ്നേഹം കൂടുമ്പോൾ. ഞാൻ അങ്ങേയറ്റം എൻ്റെ അച്ഛനമ്മമാർ മരിച്ചതിന് ശേഷം പ്രത്യേകിച്ചും എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അവിടെ പോയി പറയുമൊന്നുമില്ല, ഞാൻ അവിടെ പോയി തൊഴും. പക്ഷേ ഇവിടെ ഇന്ന് എന്നെ എത്തിച്ചത് ഈ അമ്മമാരാണ്, ആ അമ്മമാരുടെ ശക്തിയാണ്. അതിന് കാരണക്കാരായ ഒരുപാട് നന്മ നിറഞ്ഞ ആൾക്കാർ എൻ്റെ ചുറ്റിനും കൊണ്ടു തന്നതും അവർ തന്നെയാണ്.
അല്ലേ? എൻ്റെ മരിച്ചുപോയ അച്ഛനമ്മമാരുടെ, ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും പാദാരവിന്ദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരിലും നന്മയുണ്ട്, അത് മാത്രം വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾക്ക് എല്ലാ മനുഷ്യരിലും, ഞാനീ കാണുന്ന രൂപമൊന്നുമല്ല, ഇടയ്ക്ക് എന്നെ വളരെ അടുത്തറിയാവുന്നവർക്കറിയാം എൻ്റെ ഭദ്രകാളി രൂപവും. അപ്പോൾ അവർ പറയും, ഇപ്പോൾ ആറ്റുകാലമ്മ മാറി നേരെ കൊടുങ്ങല്ലൂരിലേക്ക് പോയ ലക്ഷണമാണ്. അതെല്ലാം ആവാം, പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നന്മയേ ഉണ്ടാവുള്ളൂ. ആരോടും ഒരു ദുഷ്ടതയോ അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു വൈരാഗ്യമോ ഒന്നും പാടില്ല. ദേഷ്യപ്പെടുക, കളയുക, സന്തോഷിക്കുക, ചിരിക്കുക, മനസ്സമാധാനം ഇരിക്കുക, നമ്മുടെ ചുറ്റിനുമുള്ളവർക്ക് കുറച്ച് സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ, അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. നന്മ വരും. ഈ സവിധത്തിൽ നിന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ ഞാൻ നിങ്ങളിലേക്ക് ആ ഊർജം പകരുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം, സ്നേഹിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അനുഗ്രഹ പ്രഭാഷണം നടത്താനായി സദ്ഗുരു ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അവർ ക്ഷണിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തേ പരാശക്തി നമ. ചക്കുളത്തമ്മയുടെ തിരുസന്നിധാനത്തിലെ വളരെ ധന്യമായ പുണ്യം നിറഞ്ഞ അനുഗ്രഹപ്രദമായ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ആ ചടങ്ങിന് നിങ്ങളൊക്കെ പങ്കാളികളാകുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യായുസ്സിൽ കിട്ടുന്ന ഏറ്റവും വലിയ സുകൃതമാണ്. നാരീപൂജ എന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിലെ നാരീപൂജയ്ക്ക് പിന്നിൽ വലിയ ചരിത്രം തന്നെയുണ്ട്. അത് ഇപ്പോൾ വിസ്തരിക്കുവാൻ സാധിക്കില്ലെങ്കിലും എത്ര നാര്യസ്ത പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എവിടെയെല്ലാം സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു, ആ പ്രദേശത്ത് സർവ്വദേവതകളും സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ശാന്തിയും സമാധാനവും തരുന്ന ഒന്നാണ്. മറിച്ച് എവിടെ സ്ത്രീകൾ അവഹേളിക്കപ്പെടുന്നോ, പീഡിപ്പിക്കപ്പെടുന്നോ, ഉപദ്രവിക്കപ്പെടുന്നോ, നിന്ദിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശമാകെ സർവ്വ ഐശ്വര്യങ്ങളും നശിച്ച് സർവനാശം ഭവിക്കുമെന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. സ്ത്രീകളിലുള്ള ദേവതാഭാവത്തെ, ദേവീഭാവത്തെ, മാതൃഭാവത്തെ നമ്മൾ പാദം കഴുകി പൂജിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാലത്ത് ക്ഷേത്രത്തിലുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ നാരീപൂജ തുടരുന്നത്. ഈ വന്ന കാലത്ത് എവിടെ ചെന്നാലും ദിവസം മീഡിയകൾ നോക്കിയാലും പേപ്പർ നോക്കിയാലും സ്ത്രീ പീഡനങ്ങളും ഉപദ്രവങ്ങളും കൊലപാതകങ്ങളും അല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥ. ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. അങ്ങനെ സ്ത്രീകൾ അവഹേളിക്കപ്പെടുന്ന ഈ കാലയളവിൽ, അല്ലെ പീഡിപ്പിക്കപ്പെടുന്ന ഈ കാലയളവിൽ സ്ത്രീകളെ ദേവതയായി കണ്ടുകൊണ്ട് പൂജിക്കുന്ന, ആ ദേവിയായി കണ്ടുകൊണ്ട് പൂജിക്കുന്ന, അവരുടെ പാദം കഴുകി പൂവിട്ട് പൂജിച്ച് നമസ്കരിക്കുന്ന ഏറ്റവും ധന്യമായ ഒരു ചടങ്ങാണ് സർവനിയാമികയും പരാശക്തിയും പരമാത്മ സ്വരൂപിണിയുമായ അമ്മയുടെ ഈ തിരുസന്നിധാനത്തിൽ നടക്കുന്നത്. അപ്പം അത് കാണുവാൻ കിട്ടുന്ന ചടങ്ങ് തന്നെ മഹാഭാഗ്യം. അതിൽ ആകുവാൻ സാധിക്കുന്ന അതിലും വലിയ സുഹൃതം. അങ്ങനെ എല്ലാം കൊണ്ടും ധന്യമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കുക, സകല ദുഃഖങ്ങളും മാറ്റി പരാശക്തിയായ ദുർഗാ ഭഗവതി ചക്കുളത്തമ്മ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിയുടെ പാദങ്കരി ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് പ്രസിദ്ധ വ്യവസായ പ്രമുഖയും
അത് സാമൂഹ്യ പ്രവർത്തകയും അതിലൊക്കെ ഉപരിയായി ധാരാളം ആത്മീയമായ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ധന്യമായ ഒരു ജന്മം കിട്ടിയ ആളാണ് റാണി മോഹൻദാസ്. അവർക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടായി, വീണ്ടും വീണ്ടും എല്ലാ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ദേവീശ്വരം അഭീഷ്ടവരദായിനിയായ ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ 12 നോയമ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ആദ്യ വെള്ളിയാഴ്ച ദിവസമായി ഇന്ന് ഈ ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങായ നാരീപൂജയുടെ ഉദ്ഘാടനം പ്രമുഖ വ്യവസായിയും സംരംഭകയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി റാണി മോഹൻദാസിൻ്റെ പാദം കഴുകി പൂജിച്ചുകൊണ്ട്
നാരീപൂജയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. നാരീപൂജയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തിക്കും തിരക്കും കൂട്ടാതെ ഓരോരുത്തരായി കടന്നു വന്ന നാരീപൂജയ്ക്കായി എത്തിയിട്ടുള്ളവർ ഒരു ക്യൂവായി ഒരു വരിയായി നിൽക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. തിക്കും തിരക്കും കൂട്ടാതെ ഒരു വരിയായി നിന്ന് ഈ നാരീപൂജ മണ്ഡപത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. മാതൃസമിതി അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ ഏവരും സ്നേഹബുദ്ധിയ സ്വീകരിച്ചുകൊണ്ട് ഈ നാരീപൂജയിൽ പങ്കുചേരുവാൻ അറിയിക്കുകയാണ്. നാരീപൂജയിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ളവർ ക്യൂവായി നിൽക്കേണ്ടതാണ്. നാരീപൂജയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളവർ ക്യൂവായി നിൽക്കേണ്ടതാണ്. ക്യൂവായി നിന്ന് തിക്കും തിരക്കും കൂട്ടാതെ ഈ മണ്ഡപത്തിലേക്ക് കയറി നാരീപൂജയിൽ പങ്കുചേരുവാൻ അറിയിക്കുന്നു. ഈ ഭക്തജന തിരക്കിനിടയിൽ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ്, മൊബൈൽ ഫോൺ തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവരവർ തന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ഭക്തരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് യാതൊരു കാരണവശാലും അവരും തിരക്ക് കൂട്ടരുത്. വരിയായി നിൽക്കുക. ക്യൂവായി നിന്ന് ഈ മണ്ഡപത്തിനുള്ളിലേക്ക് കടന്നു വരേണ്ടതാണ്. ചക്കുളത്തമ്മ മാതൃസമിതിയുടെ അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ ഏവരും സ്വീകരിക്കണമെന്നറിയിക്കുകയാണ്. ക്യൂവായി നിന്ന് മാത്രമേ
ഭക്തജനങ്ങൾ ആരും തന്നെ തിക്കും തിരക്കും കൂട്ടരുതെന്ന് അറിയിക്കുകയാണ്. വരി വരിയായി മാത്രം ഇതിനുള്ളിലേക്ക് കടന്നു വരിക. ആദ്യ വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ സമൂഹ സദ്യ നടത്തപ്പെടുന്നു. ദേവിക്ക് പൂജിച്ച ആ പ്രസാദം എല്ലാ ഭക്തജനങ്ങൾക്കും ഈ സമൂഹ സദ്യയിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ ദേവി പ്രസാദമായി നൽകുന്ന ഈ സമൂഹ സദ്യയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് വെള്ളിയാഴ്ച വ്രതത്തിന് യാതൊരു മുടക്കവും സംഭവിക്കുന്നതല്ല എന്നറിയിക്കുകയാണ്. ഇന്ന് അതുപോലെ പടച്ചോറ് ഉണ്ടായിരിക്കുന്നതല്ല, അതിന് പകരം സമൂഹ സദ്യയാണ്. ആദ്യ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദേവി പ്രസാദമായി നൽകപ്പെടുന്ന ഈ സമൂഹ സദ്യയിൽ വെള്ളിയാഴ്ച വ്രതമുള്ളവരും ഈ സമൂഹ സദ്യയിൽ പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ട് വ്രതത്തിന് യാതൊരു മുടക്കവും വരുന്നതല്ല എന്നറിയിക്കുന്നു. ഇവിടെ നാരീപൂജയിൽ നാരീപൂജയിൽ പങ്കെടുക്കുവാൻ നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ വരി വരിയായി നിൽക്കേണ്ടതാണ്. തിരക്ക് കൂട്ടാതെ നിങ്ങൾ വരി വരിയായി നിൽക്കുക. ചക്കുളത്തമ്മ മാതൃസമിതി അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ ഏവരും പാലിച്ചുകൊണ്ട് ഈ നാരീപൂജയിലേക്ക് കടന്നു വരിക. വരി വരിയായി നിൽക്കുക. തിരക്ക് കൂട്ടാതെ നിങ്ങൾ വരി വരിയായി ഈ മണ്ഡപത്തിനുള്ളിലേക്ക് കടന്നു വരേണ്ടതാണ്. ഈ ഭക്തജന തിരക്കിനിടയിൽ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ്, മൊബൈൽ ഫോൺ തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവരവർ തന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ഈ ഭക്തജന തിരക്കിനിടയിൽ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ്, മൊബൈൽ ഫോൺ തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവരവർ തന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. സർവമത തീർത്ഥാടന കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ മഹാക്ഷേത്രത്തില് തിരുവുത്സവത്തോടനുബന്ധിച്ച് ചക്കുളത്തമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായ കലശാഭിഷേകം ഡിസംബർ 26-ാം തീയതി ധനു 11-ന് ഭക്തി പുരസ്സരം നടത്തപ്പെടുന്നു. വനദുർഗ ഭാവത്തിൽ വിരാജിച്ചരുളുന്ന ചക്കുളത്തമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായ കലശാഭിഷേക സർവാലങ്കാര വിഭൂഷിതയായി കനക ശ്രീകോവിലിൽ വിരാജിച്ചരുളുന്ന ചക്കുളത്തമ്മയ്ക്ക് ആയിരക്കണക്കിന് കലശങ്ങൾ അഭിഷേകം ചെയ്യുന്ന സുദിനം പ്രസിദ്ധമായ കലശാഭിഷേകം ഡിസംബർ 26-ാം തീയതി ഭക്തി പുരസ്സരം നടത്തപ്പെടുന്നു. അഭീഷ്ടവരദായിനിയായ ചക്കുളത്തമ്മയ്ക്ക് കലശാഭിഷേകം വഴിപാടായി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ കലശാഭിഷേകത്തിനുള്ള രസീതുകൾ ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടറിൽ നിന്ന് മുൻകൂട്ടി വാങ്ങേണ്ടതാണ്. കലശാഭിഷേകം വഴിപാടായി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ കലശാഭിഷേകത്തിനുള്ള രസീതുകൾ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിൽ നിന്ന് മുൻകൂട്ടി വാങ്ങേണ്ടതാണ്. ഇരുപത്തിയാറാം തീയതി പകൽ 3 മണിക്ക് കാവുംഭാഗം തിരുവേറങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭക്തി നിർഭരമായ തിരുവാഭരണ ഘോഷയാത്ര അഷ്ടൈശ്വര്യ സ്വരൂപിണിയായ ചക്കുളത്തമ്മയെ അണിയിക്കുവാനുള്ള തങ്ക തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര 26-ാം തീയതി പകൽ 3 മണിക്ക് കാവുംഭാഗം തിരുവേറങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നു. കാവുംഭാഗം തിരുവേറങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ആ തങ്ക തിരുവാഭരണം ചാർത്തിക്കൊണ്ട് ദേവിക്ക് സർവമംഗളാരതി ദീപാരാധന നടത്തുന്നു. അത്യപൂർവമായി മാത്രം ശ്രദ്ധിക്കുന്ന ഈ അസുലഭ മുഹൂർത്തങ്ങളിൽ പങ്കുചേരുവാൻ തിരുവാഭരണ ഘോഷയാത്രയിലും
തുടർന്ന് ആ തങ്ക തിരുവാഭരണം ചാർത്തിക്കൊണ്ട് സർവമംഗളാരതിയും ദർശിക്കുവാൻ മുഴുവൻ സജ്ജനങ്ങളെയും ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുന്നു.
ദേവി സ്വർണം. നാരീപൂജയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ തിരക്ക് കൂട്ടാതെ വരി വരിയായി നിന്ന് ഈ മണ്ഡപത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. വരി വരിയായി നിന്നുകൊണ്ട് ഈ നാരീപൂജയിൽ തിരക്ക് കൂട്ടാതെ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. എല്ലാവർക്കും നാരീപൂജയിൽ പങ്കുകൊള്ളാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആരും തിരക്ക് കൂട്ടരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. തിക്കും തിരക്കും കൂട്ടാതെ വരി വരിയായി നിന്ന് ഈ മണ്ഡപത്തിൽ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഭക്തജന തിരക്കിനിടയിൽ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ്, മൊബൈൽ ഫോൺ തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവരവർ തന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ഈ ഭക്തജന തിരക്കിനിടയിൽ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ്, മൊബൈൽ ഫോൺ തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവരവർ തന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. നാരീപൂജയിൽ പങ്കെടുക്കുന്നവർ വരി വരിയായി നിന്ന് ഈ നാരീപൂജയിലേക്ക് പങ്കെടുക്കുവാൻ വരി വരിയായി നിന്ന് മണ്ഡപത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും ആരും തിരക്ക് കൂട്ടരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. തിക്കും തിരക്കും കൂട്ടാതെ വരിയായി നിന്ന് മാത്രമേ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാവൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. തിരുവുത്സവത്തിൻ്റെ 5-ാം ദിവസമായി ഇന്ന് ഉച്ചയ്ക്ക് പ്രസാദമൂട്ടും. വൈകിട്ട് 5:30 ശ്രീദുർഗ NSS തിരുവാതിര സമിതി ചക്കുളത്തുകാവ് അവതരിപ്പിക്കുന്ന തിരുവാതിരയും, 7 മണി മുതൽ ധൃതം ഡാൻസ് അക്കാദമി പള്ളിമുക്ക് കോന്നി അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്.